നമസ്കാരം. ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ എന്ന ശ്ലോകത്തിൻ്റെ സർവാംഗസുന്ദരം ഭാഷ്യഭാഗമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ രാത്രേഹേ ചതുർദശോ മുഹൂർത്തോ ബ്രാഹ്മോ മുഹൂർത്തഃ എന്നാരംഭിച്ച് ആതുരേണ ധാതുസാമ്യാർത്ഥം സ്വപ്തവ്യമേവ എന്നതുവരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭാഷ്യഭാഗം കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക. നമുക്ക് നേരെ ഭാഷ്യത്തിലേക്ക് പോകാം. ഈ ഭാഗത്ത് ഭാഷ്യകാരൻ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ നിർവചനമാണ്. ഏത് മുഹൂർത്തത്തിനെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്? ഇതാണ് ചർച്ച. ഭാഷ്യത്തിലേക്ക് നോക്കൂ. രാത്രേഹേ ചതുർദശോ മുഹൂർത്തോ ബ്രാഹ്മോ മുഹൂർത്തഃ. എന്താണ് ആചാര്യൻ പറയുന്നത്? രാത്രിയുടെ 14ാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. ഇപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിന് ആചാര്യൻ കൊടുക്കുന്ന നിർവചനം അതാണ്. രാത്രിയുടെ 14ാമത്തെ മുഹൂർത്തം, അതിനെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. അടുത്തതായി ഭാഷ്യകാരൻ വിശദീകരിക്കുന്നത് ഒരു മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യമാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? ഇതാണ് ആചാര്യൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ. വിഷുവതി സമരാത്രി ദിവേ കാലേ ദ്വിഘടികോപലക്ഷണഃ. എന്താ പറയുന്നത്? രാത്രിയും പകലും സമമായിരിക്കുന്ന വിഷുവകാലത്തിൽ ദ്വിഘടിക അഥവാ 2 ഘടികയാണ് ഒരു മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞത് ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യമല്ല, മറിച്ച് ഒരു മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യമാണ്. അതായത് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റാണ്. ഒരു ഘടിക 24 മിനിറ്റ്. അപ്പോൾ 2 ഘടിക അതാണ് ഒരു മുഹൂർത്തം. അപ്പോൾ 24 + 24 അങ്ങനെ 48 മിനിറ്റ്. അങ്ങനെയാണ് ഒരു മുഹൂർത്തത്തിന് 48 മിനിറ്റ് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യം ദ്വിഘടികയാണ്, അഥവാ 48 മിനിറ്റാണ്. അടുത്തതായി ആചാര്യൻ വിശദീകരിക്കുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യമാണ്. എന്താണ് ഭാഷ്യത്തിൽ പറയുന്നത്? നോക്കൂ. മുഹൂർത്തസ്യ ചേഹ ദ്വിഘടികോപലക്ഷണാർത്ഥത്വാത് സർവസ്മിൻ കാലേ രാത്രേഹേ ചതുർഘടികാവശേഷേ സമുദ്ധാനം കാര്യമിതി സ്ഥിതം. എന്താണ് അർത്ഥം? 2 ഘടികയാണ് ഒരു മുഹൂർത്തം എന്ന് ഇവിടെ സൂചിപ്പിച്ചതിനാൽ എല്ലാ കാലത്തിലും രാത്രി തീരുവാൻ 4 ഘടിക ബാക്കിയുള്ളപ്പോൾ, അഥവാ സൂര്യോദയത്തിന് 4 ഘടിക മുൻപ് എഴുന്നേൽക്കണം. ഈ 4 ഘടിക ബാക്കിയുള്ളപ്പോൾ, രാത്രി തീരുവാൻ 4 ഘടിക ബാക്കിയുള്ളപ്പോൾ എന്നതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പം തിരിച്ചാണ്. സൂര്യോദയത്തിന് 4 ഘടിക മുൻപ് എഴുന്നേൽക്കണം. ഇതാണ് ആചാര്യൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ഘടിക എന്ന ഗണനയുണ്ടല്ലോ, അതങ്ങ് മാറ്റി നിർത്തി മിനിറ്റ് എന്ന രീതിയിൽ പറഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പം മനസ്സിലാകും. അതായത് 48 മിനിറ്റാണ് ഒരു മുഹൂർത്തം എന്ന് ഇവിടെ സൂചിപ്പിച്ചതിനാൽ എല്ലാ കാലത്തിലും സൂര്യോദയത്തിന് 96 മിനിറ്റ് മുൻപ് എഴുന്നേൽക്കണം എന്നതാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞു വെക്കുന്നത്.
96 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ 1 മണിക്കൂർ 36 മിനിറ്റ് എന്നർത്ഥം. അപ്പോൾ സൂര്യോദയത്തിന് മുൻപുള്ള ഈ 1.5 മണിക്കൂറാണ് ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യം. അപ്പോൾ സൂര്യോദയത്തിന് മുൻപുള്ള 1.5 മണിക്കൂർ അഥവാ 1 മണിക്കൂർ 36 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തമായി നമ്മൾ കണക്കാക്കേണ്ടത് എന്ന് ചുരുക്കം. ഭാഷ്യഭാഗത്തിലെ അടുത്ത ചർച്ച ഈ മുഹൂർത്തത്തിന് ബ്രാഹ്മം എന്ന പേര് വരാനുള്ള കാരണം എന്താണ്, ഇത് സംബന്ധിച്ചാണ് അടുത്ത ചർച്ച. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.